ബിസിനസ് കണ്ട ഉടനെ എന്നാൽ ഈ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നതിനേക്കാളും ഈ ബിസിനസ്സിൽ നിന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ സക്സസ് ആവും. നമ്മളെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ്സ്, അത് പുറത്ത് കിട്ടൂലെന്നും ആ ക്വാളിറ്റി പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്നും നമുക്കറിയാം. എന്തായാലും ഒരു മിനിമം ഒരു 10 crore ബിസിനസ് നമ്മൾ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഷോപ്പിന്റെ അല്ല, ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. എല്ലാത്തിനും ഒരു കോമൺ പ്രത്യേകതയല്ല, ഡിഫറെന്റ് ആണ്. എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് പഠിച്ചിട്ട് അത് ശരിക്കും ഇപ്പോൾ ഒരു 5 വർഷം നമ്മൾ ഈ ബിസിനസ്സിൽ നല്ല തിരക്കുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പുതിയതായിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹാൻഡിക്രാഫ്റ്റ് ബിസിനസ് മേഖലയിലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ഇനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു ബിസിനസ് ആരംഭിച്ചത്? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലായിട്ട് ഈ ഒരു സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നത്? അങ്ങനെ ശരിക്ക് നമ്മളെ ബേസ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യ തന്നെയാണ്. ശരിക്കും ഒരു ഇത് പറയുന്നല്ല, ശരിക്കും ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് കൂടുതലും. എന്നുവെച്ചാൽ കിച്ചൺ യൂട്ടൻസിൽസ് ഉണ്ട്, നമ്മൾ പാത്രങ്ങളും അതെല്ലാം ഒരു കോമണൈസ്ഡ് ആണ്. എന്നുവെച്ചാൽ എല്ലാ കാറ്റഗറി ആൾക്കാർക്കും വേണ്ട ഒരു സാധനമാണ്. പിന്നെ കൂടുതലും എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരോ അങ്ങനെ തന്നെയാണ് കൂടുതലും നമ്മളൊരു പിന്നെ ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് പിന്നെ ഈ സാധനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് പറ്റും. ഇന്റർനാഷണലി അങ്ങനെ പോകുന്നുണ്ട്. ചില വാൾ ഹാങ്ങിങ്സ് ആയാലും പിന്നെ ഈ ആന്റിക്സ് ആയാലും പഴയത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് കസ്റ്റമൈസ്ഡ് ആണെങ്കിലും പിന്നെ പുറത്തൊക്കെ ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള സാധനങ്ങളായാലും എല്ലാം പിന്നെ ഇപ്പോൾ നമ്മളെ ഇവിടെ നാട്ടിൽ വന്നിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത് കൂടുതലും. ബേസ്ഡ് അതായത് ഹാൻഡിക്രാഫ്റ്റ് കൂടുതലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം കൂടുതലും നമ്മളെ ഹാൻഡിക്രാഫ്റ്റിന്റെ ഇത് തേടി വരും. എന്തായാലും സ്വന്തമായി മാനുഫാക്ചറിങ് ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഹോൾസെയിലും റീറ്റെയിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളെ പ്രോഡക്ട്സ് കൂടുതലും നമ്മുടെ ഔട്ട്ലെറ്റിൽ തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. പക്ഷെ ഹോൾസെയിലേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തരില്ല എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെയല്ല. കസ്റ്റമേഴ്സിന് നമ്മൾ ഹോൾസെയിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഫാക്ടറിയിലേക്ക് വരും. ആ ഫാക്ടറിൻ്റെ അടുത്ത് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മൾ ഇതുപോലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരു ഔട്ട്ലെറ്റ് തന്നെ ഉണ്ട് നമുക്ക്. അപ്പോൾ അത് പിന്നെ ആ രീതിക്ക് പോകും. പക്ഷെ കൂടുതലും നമ്മൾ ചെയ്യുന്നത് റീറ്റെയിൽ ബിസിനസ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഹോൾസെയിൽ ചെയ്യാൻ അത്രയും ഉണ്ടാവില്ല. ചില നമ്മളെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് അല്ല. നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള പ്രോഡക്റ്റ് ഇല്ലോണ്ട് ഒരേ പ്രോഡക്റ്റിനെ ചിലപ്പോൾ ഒരു 10 കസ്റ്റമർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രൊഡക്ഷൻ ആക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ആക്കുന്നത് തിന്നു പോകും. അപ്പോൾ നമ്മൾ ഓരോ ഷെഡ്യൂളായിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. ആ സാധനങ്ങളിൽ നിന്ന് നമ്മളെ ഔട്ട്ലെറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും 2 രീതിക്കും കൊടുക്കലുണ്ട്. നമ്മൾ സാധാരണ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ശരിക്കും മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഡിമാൻഡ് ഉണ്ട്, പക്ഷെ സാധനങ്ങൾ ആവാനുള്ള സമയമാണ്. അതാണ് മെയിൻ പ്രശ്നം. ഈ ബിസിനസിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോഴത്തേത് പറഞ്ഞുതരാം. സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറും മൗത്ത് പബ്ലിസിറ്റിയാണ്. വെച്ചാൽ ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അവർ ഹൗസ് വാമിങ്ങിന് ചിലപ്പോൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കാണുന്നവർ ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ചിട്ട് വരുന്നവരാണ് കൂടുതലുണ്ടായിരുന്നത് മുമ്പ്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും പഴയ സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും. ഈ ട്രഡീഷണൽ ഐറ്റംസിന് കസ്റ്റമേഴ്സ് വരുന്നത് ഡയറക്റ്റ് കടയിലൊക്കെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ കാണും, പിന്നെ അവിടുന്ന് എവിടുന്ന വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വരുന്നതാണ് കൂടുതലും നമുക്ക് ബിസിനസ് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ബിസിനസ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കണം എന്നതാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ വരും. പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സ് പോലെയോ ഇലക്ട്രോണിക് സാധനം പോലെയോ അല്ല. കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹം ഒരു 10 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ 10 എണ്ണത്തിന് പോലും കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റില്ല. ചിരി നല്ല ചിരി ഉണ്ടോ, ഇതിന് വേറെ എവിടെയെങ്കിലും കുത്തുണ്ടോ കലിയുണ്ടോ എന്നൊക്കെ നോക്കണം. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ പ്രോഡക്റ്റ് ആയിരിക്കില്ലല്ലോ കൊടുക്കുന്നത്. ചിലപ്പം അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇല്ല, ചിലപ്പോൾ അത് വേറെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം വരുന്ന സാധനം എന്ന് പറയുന്നത് ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രോഡക്റ്റും യൂണീക്ക് ആയിരിക്കും. അപ്പോ ഫോട്ടോ ആയിരിക്കില്ല അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഡൈകാസ്റ്റിംഗിൽ വരുന്നത് പക്ഷെ ഒരുപോലെ ഉണ്ടാവും. നമ്മൾ ഈ മണ്ണിൽ ചെയ്യുന്ന സാധനല്ലേ
അത് പക്ഷെ ഒരുപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് പോലും കസ്റ്റമേഴ്സിന് തൊട്ടറിഞ്ഞിട്ട് എടുക്കണം എന്ന് പറയും. ഈ മെറ്റലിന്റെ അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ സോഷ്യൽ മീഡിയ അത്ര നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡിങ്ങിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സെയിലിന് പക്ഷെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൺവിൻസിങ് ആയിട്ട് നമുക്കറിയാം, അതായത് ഒരേപോലെ തന്നെ കിട്ടുന്ന കൺഫേം ഉള്ള സാധനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ആ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റും. അല്ലാത്ത സാധനങ്ങൾ പറ്റില്ല. ഇല്ല, നോർമൽ സാധനങ്ങൾ ഇപ്പൊ ഉരുളി പോലെയുള്ള സാധനങ്ങളോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പറ്റും. വലിയ സാധനങ്ങളൊന്നും കസ്റ്റമേഴ്സ് അങ്ങനെ എടുക്കൂല. നേരിട്ട് വന്ന് അവർക്ക് കണ്ടിട്ട് ഇപ്പൊ ഒരു വിളക്കാണെങ്കിൽ അത് ആട്ടമില്ലാന്ന് നോക്കണം, ത്രെഡിന്റെ പ്രശ്നമില്ല, ചെരിവില്ല, എല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പിന്നെ ഓൺലൈൻ മാർക്കറ്റിൽ ഈ സാധനത്തിന്റെ അത് മാത്രമല്ല ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞില്ല. ഈ സാധനം എവിടുന്ന് വരുന്നതാണെന്നോ എങ്ങനെ വരുന്നതാണെന്നോ കസ്റ്റമേഴ്സിന് പറയാൻ പറ്റില്ല. കസ്റ്റമേഴ്സ് കാണുന്നത് വെച്ചാലൊരു ഒരു ഫോട്ടോ, ആ ഫോട്ടോയില് അത് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഉള്ളിൽ അലുമിനിയാണോ അതിന്റെ കോട്ട് ചെയ്തിട്ടുണ്ടോ, ഒരു അത് ശരിക്കും ഇപ്പൊ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട്. പക്ഷെ ഇതെല്ലാം പോയി കഴിയണമെങ്കിൽ ചിലപ്പോൾ 5-6 വർഷം എടുക്കും. അന്നേരം ഇത് മനസ്സിലാവും. അന്നേരം ഇത് എവിടുന്ന് വാങ്ങിച്ചതിന്റെ കൂടെ മനസ്സിലാവില്ല. അന്നേരം അവർക്ക് അതും കൂടെ ഓർമ്മയുണ്ടാവില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഇത്തരത്തിലൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് എത്ര രൂപ ആവശ്യം വരും? ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ ഇവിടെ താങ്കൾ ആരംഭിച്ചത് തലമുറകൾ അങ്ങനെ, അപ്പോൾ അതിന്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ പുതുതായി പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇത്തരത്തിലൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എത്ര രൂപ വേണ്ടി വരും? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഓരോ സ്ഥലത്തിനെ പോലെ. നമ്മളിപ്പോ ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് പിന്നെ അതെല്ലാം നമ്മൾ ബാധിക്കും, റെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ബാധിക്കും. അപ്പം ആ സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറെ കൂടുതലായിരിക്കും. നോർമലി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 30-35 ലക്ഷം രൂപ വേണ്ടി വരും. നമ്മൾ റൂം അതിന്റെ ഇന്റീരിയറും പിന്നെ ഇത് കുറച്ച് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ പോലും നമുക്കൊരു 30-35 വേണം. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു നോർമൽ ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ. വലിയ രീതിയിലൊക്കെ നമ്മളിപ്പം പിന്നെ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് ആണ് കൂടുതൽ വെക്കുക. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രോഡക്ട്സ് വെക്കണമെങ്കിൽ എത്ര സ്ഥലം വേണം, അത്രയും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ചെറിയൊരു ഷോപ്പ് കിട്ടി നല്ല സ്ഥലമാണെങ്കിൽ പോലും നമ്മളത് സ്റ്റാർട്ട് ചെയ്യില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പ്രോഡക്ട്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം. അത് പൈസ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം ചിന്തിക്കണ്ട. ശരിക്കും സ്ക്രാപ്പിന്റെ റേറ്റ് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ചിലപ്പോൾ സ്ക്രാപ്പിന്റെ റേറ്റ് 500 ആണെങ്കിൽ പ്രൊഡക്റ്റിന്റെ റേറ്റ് 1500 ആയിരിക്കും. 3 ഇരട്ടിയാണ് അതിന്റെ റേറ്റ് ഉണ്ടാവുക. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും ഒരു റീറ്റെയിൽ ഒരാൾ കട തുടങ്ങുമ്പോൾ നോക്കണം. പക്ഷെ നമ്മളെ രീതി അങ്ങനെയല്ല. സ്വന്തമായിട്ട് ഫാക്ടറി ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെയാ സാധാരണ ഈ ഒരു ബിസിനസ്? ഒരു നോർമൽ ആയിട്ടൊരു 35 to 50 വേണം നോർമലി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. എക്സ്പെൻസീവ് ബിസിനസ് ആണ്. എക്സ്പെൻസീവ് ബിസിനസ് ആണ്. പക്ഷെ അതിന്റെ വേറൊരു പ്രശ്നം കൂടെ പറഞ്ഞുതരാം. ഈ എക്സ്പെൻസീവ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ച്, അതായത് ഒരു വിളക്കിനെ കുറിച്ച് ഒരാളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഇത് ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. എല്ലാത്തിനും ഒരു കോമൺ പ്രത്യേകതയല്ല, ഡിഫറെന്റ് ആണ്. എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് പഠിച്ചിട്ട് അത് ശരിക്കും ഇപ്പൊ ഒരു 5 വർഷം നമ്മൾ ഈ ബിസിനസ്സിൽ നല്ല തിരക്കുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പുതിയതായിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫ്രഷ് ആയിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഈ എക്സ്പീരിയൻസിൽ ഏതെങ്കിലും ഒരാളെ ഫ്രാഞ്ചൈസ് എടുക്കുന്നതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റും. വേറെ ഒറ്റക്കൊരു സംഭവം തുടങ്ങാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഷോപ്പിൽ വേണ്ട എല്ലാ പ്രോഡക്ട്സും എവിടെ നിന്നൊക്കെ കിട്ടുന്ന പോലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. മേടിച്ച സാധനങ്ങൾ നല്ലതാണെന്ന് അറിയാനുള്ള ഒരു നോളജെങ്കിലും മിനിമം വേണം. അതെ അല്ലേ. ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഒരു പൊതുവാൾ സൺസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ടേൺ ഓവർ ഏകദേശം എത്രയായിരിക്കും? ടേൺ ഓവർ ആയിട്ട് അങ്ങനെ ചോദിച്ചാൽ അല്ല, അങ്ങനെ അതുകൊണ്ടല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ പൊതുവാൾ സൺസ് അതൊരു ഫാമിലി ബിസിനസ്സാണ്. ഫാമിലി ബിസിനസ് നമ്മൾ ശരിക്കും നമ്മൾ ഈ 5 ബ്രാഞ്ച് അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് 2017 ആദ്യത്തെ ബ്രാഞ്ച്, പിന്നെ 2019 അടുത്ത ബ്രാഞ്ച്, പിന്നെ അതിനുശേഷം പിന്നെ കൊറോണ എല്ലാം വന്നു, പിന്നെ 2022, പിന്നെ 2024, 2025. അങ്ങനെ 2024 നമ്മൾ 2 ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടില്ല. 2025 ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നുള്ളൂ. അതിപ്പം പ്ലാനിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ടേൺ ഓവർ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടില്ല. എന്നാലും ഏകദേശം നമുക്ക് ഇയർലി ഒരു ഉണ്ടാവില്ലേ? നമ്മളിപ്പോ ഇത്ര വർഷമായില്ലേ, നമുക്ക് എന്തായാലും ഒരു മിനിമം ഒരു 10 crore ബിസിനസ് നമ്മൾ ചെയ്യുന്നു. 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ടേൺ ഓവർ ഒരു ഷോപ്പിന്റെ അല്ല,
നമ്മുടെ 3 ഷോപ്പ് ഓക്കെ. അത്രയും പിന്നെ ബിസിനസ് നമ്മൾ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് നമ്മുടെ പൊതുവാൾ സൺസിന്റെ ടേൺ ഓവർ. അതെ അതെ. അത് ഞാൻ പറഞ്ഞ ഈ ബിസിനസ് തുടങ്ങുന്നത് ശരിക്കും അച്ചാച്ചന്റെ കാലത്താണ്. അപ്പൊ ആ ഒരു ഷോപ്പ് ഒഴിവാക്കിയിട്ടുള്ള കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഇത് പൊതുവാൾ സൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യം പറയുന്നത്. പിന്നെ അത് മാത്രല്ല, അതിന് ശേഷം നമ്മളിപ്പം പിന്നെ എന്തായാലും ഒരു 10 CR മുകളിലുണ്ടാവും ഇപ്പൊ നിലവില് നമ്മളെ ടേൺ ഓവർ. ഈ ഇപ്പോൾ ഏകദേശം 5 ഷോറൂം നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു കട പുതുതായിട്ട് നിങ്ങളൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ ആ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? അതിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരിക്കണം. പിന്നെ ടൗണിലല്ലെങ്കിലും എന്ന് വെച്ചാൽ ഒരു സിഗ്നേച്ചർ സ്ഥലമായിരിക്കണം. നമുക്ക് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു സ്ഥലത്തിന്റെ അടുത്താണെന്നോ അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഒരു സിഗ്നേച്ചർ ഉള്ള സ്ഥലമായിരിക്കണം. പാർക്കിംഗ് ഉണ്ടാവണം. പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു കോൺസെപ്റ്റ്, നമ്മൾ ഈ 5 ഷോറൂമിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് ഏത് ഷോറൂം ആണെന്ന് മനസ്സിലാവില്ല. എല്ലാ ഷോറൂമും കണ്ട ഒരുപോലെ ഉണ്ടാവും. നമുക്ക് കണ്ണൂരുണ്ട്, പയ്യന്നൂര്, കാസർഗോഡ്, തലശ്ശേരി, ഇപ്പം ലാസ്റ്റ് ബാംഗ്ലൂർ, പിന്നെ പയ്യന്നൂര് അതിന്റെ ഫാക്ടറി. നമ്മളെ ഷോറൂമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പേരും അതിന്റെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ടാവും. അകത്ത് കയറി കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേ വെച്ച രീതി, പിന്നെ അതിൽ ഉപയോഗിച്ച മെറ്റീരിയൽസ് എല്ലാം ഒരുപോലെ ഉണ്ടാവും. നമ്മുടെ ഏത് ഷോപ്പിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് ഏത് ഷോപ്പ് എന്ന് മനസ്സിലാവില്ല. സ്ഥലം മാത്രമേ വ്യത്യാസം ഉണ്ടാവും. ഉള്ളിലെല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ടാവും. ചില സൈസിലോ പിന്നെ നമുക്ക് കിട്ടുന്ന റൂമിന്റെ ഇതിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു ആ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത് പൊതുവാൾ സൺസിന്റെ മനസ്സിലാവും. ആ ഒരു കട കാണുമ്പോഴേ ഒരു ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡിങ്. അതുപോലെ നമ്മളെന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റം മുമ്പേ ഫോളോ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ തന്നെ വേണം. എന്നുവെച്ചാൽ ഇതിന്റെ നമുക്ക് പ്രോബ്ലം കൂടെ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുന്നതും പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയുന്നൊരു ബ്രാൻഡാണ് ഈ പൊതുവാൾ സൺസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ആൾക്കാർക്ക് അറിയുന്നതാണ് ഈ ഒരു ഫീൽഡിൽ. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ പൊതുവാൾ സൺസ് എന്ന് പറയുന്നതിന് പകരം അതിന്റെ ഒരു കഷ്ണം എടുത്തിട്ടോ. നമ്മൾ ശരിക്കും ഫുൾ നെയിം എന്ന് പറയുന്നത് പൊതുവാൾ സൺസ് പയ്യന്നൂർ മെറ്റൽ മർച്ചൻസ് ആണ്. അതാണ് നമ്മളെ ശരിക്കും പേര്. അതിൽ നിന്ന് പിന്നെ ഈ പൊതുവാൾ സൺസ് എന്നുള്ളത് അതിന്റെ ബാക്കി ഒരു കഷ്ണം, അതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കച്ചവടം ചെയ്യുന്ന രീതി ഇപ്പൊ വരുന്നുണ്ട്. ആ ഒരു സത്യസന്ധത പാലിക്കണം. അപ്പൊ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇത് അവരെ കടയാണ് നമ്മളോട് പോലും വന്നിട്ട് നിങ്ങളെ ബ്രാഞ്ച് ഇവിടെ ഇല്ലേ, അങ്ങനെ വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് മാത്രല്ല നമ്മളെ ഷോറൂം ഏത് ഷോറൂം എന്ന് വെച്ച് കഴിഞ്ഞാലും അതിനിപ്പോ ഒരു എക്സ്ചേഞ്ച് വേണമെങ്കിൽ നമ്മൾ ഏത് ഷോറൂമിലും പോവാം. ചിലപ്പോൾ അവിടുന്ന് വാങ്ങിച്ച സാധനം നമ്മുടെ ഷോറൂമിൽ കൊണ്ടുവന്നിട്ട് ഇത് നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ചതെന്ന് എക്സ്ചേഞ്ച് ചെയ്തിടണം എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ ഇത് നമ്മുടെ പ്രോഡക്റ്റേ അല്ലല്ലോ, ബില്ല് കാണിക്കുന്ന പറയുമ്പോൾ നമ്മൾ മനസ്സിലാവാം ഇത് നമ്മുടെ സാധനമല്ല. അങ്ങനൊരു പ്രശ്നം ഈ മാർക്കറ്റിലുണ്ട്. അത് സാധാരണ എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പം ഏതൊരു ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരിട്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആൾക്കാർ ഉപയോഗിക്കും. അത് അത്രയും സക്സസ്ഫുൾ ആയതുകൊണ്ടാണല്ലോ അവര്. അപ്പൊ അത് നമുക്ക് അതിനൊരു നല്ലതായിട്ടും പറയാം. കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രശ്നം പറയുന്നത്. നമുക്ക് അങ്ങനെയല്ല. എന്താ വെച്ചാൽ നമ്മള് പരമാവധി നമ്മുടെ സ്ഥലം എന്ന സ്ഥലമാണ് എന്ന് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനോട് പറയുന്നുണ്ട്. എന്നാലും പോകുന്ന പോക്കിൽ അത് കാണുമ്പോ അയ്യോ ഇത് അതല്ലേന്ന് ചോദിച്ചിട്ട് കയറുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കോൺസെപ്റ്റ് അതുപോലെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതേപോലെ നമ്മളൊരു ഷോറൂം എല്ലാ ഷോറൂം ഒരുപോലെ വെക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. പേരിന്റെ ഒരു ഇതായാലും പൊതുവാൾ സൺസ് എന്തായാലും ഉണ്ടാവും. പൊതുവാൾ സൺസ് പയ്യന്നൂർ മെറ്റൽ മർച്ചൻസ് എന്നാണ് നമ്മുടെ ഫുൾ നെയിം. ഏതൊരു ബിസിനസ് ആയാലും അവിടെ നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പം ഈ ഒരു ബിസിനസ്സിനും എന്തായാലും കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻസ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? അതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ വ്യത്യസ്തമായിട്ട് ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്? കോമ്പറ്റീഷൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ശരിക്കും ആ കോമ്പറ്റീഷനെ പറ്റിയിട്ട് ചിന്തിക്കാറില്ല. എന്നുവെച്ചാൽ ആ ഒരു അവർക്കെതിരെയായിട്ടോ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് ഒരാൾ വരുന്നുണ്ടോ എന്നതിനെ പറ്റി നമ്മൾ എത്രത്തോളം ജെന്യൂൻ ആയിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മൾ പോവുക. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് സെയിൽ ഉണ്ടാകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാളും സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്ട്സ് ആണ്. അത് പുറത്ത് കിട്ടൂലെന്നും ആ ക്വാളിറ്റി വേറൊരാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്നും നമുക്കറിയാം. എന്ന് വെച്ചാൽ അത് മാർക്കറ്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ
ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, മെറ്റൽസിന്റെ ബിസിനസ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ പിന്നെ സാധനങ്ങൾ കണ്ടിട്ട് നമ്മളതും കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല സാധാരണ. ഇപ്പൊ നിലവിൽ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ പേരിൽ വേറൊരാൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നോട്ടീസ് അയക്കുന്ന പരിപാടി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അല്ലാണ്ട് വേറെ രീതിയിലൊന്നും ആരെയും പേടിയില്ല ഞങ്ങളുടെ പേടിയില്ലെന്നല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. നമ്മുടെ പേര് യൂസ് ചെയ്തിട്ട് ഒരാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലീഗലി. എന്നാലും ഈ ഒരു ബിസിനസ് മേഖലയിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാം? അങ്ങനെ 5 ബ്രാഞ്ചൊന്നും അങ്ങനെ ഉള്ളതായിട്ടാണ് എനിക്ക് വലിയ പിടിയില്ല, ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ തന്നെയാന്ന് 5 ബ്രാഞ്ചിന്റെ കാര്യം മാത്രല്ല, ശരിക്കും 5 ബ്രാഞ്ച് ഉള്ളത് മാത്രല്ല, ഈ 5 ബ്രാഞ്ചിന്റെ കൂടെ നമുക്ക് ഫാക്ടറിയും കൂടി ഉണ്ട്. അതായത് നമ്മൾ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ സാധനം തന്നെ നമ്മൾ ഔട്ട്ലെറ്റ് വിൽക്കുന്ന സമയത്ത് ഇതേപോലെയല്ല. അത് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ശരിക്കും ഇല്ല അല്ലേ? റീറ്റെയിലേഴ്സ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഔട്ട്ലെറ്റിലൂടെ കസ്റ്റമേഴ്സിന് എത്തിക്കുന്ന ഒരു. പിന്നെ ഇത് അതുപോലെ ഉണ്ടാക്കാനും പറ്റില്ല, അപ്പൊ ആ ഒരു കോമ്പറ്റീഷനും ഉണ്ടാവില്ല അല്ലേ? കോമ്പറ്റീഷൻ കുറവാണ്. ഈ ഒരു ബിസിനസ് ആരംഭിച്ചതിന് ശേഷം ഫേസ് ചെയ്ത ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? പിന്നെ അത് മുത്തച്ഛനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ അച്ചാച്ചൻ എന്നാ പറയാ. അപ്പൊ അച്ചാച്ചനായിട്ട് പി നാരായണ പൊതുവാൾ എന്നാണ് അച്ചാച്ചന്റെ പേര്. അപ്പോ അച്ചാച്ചനായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. അപ്പോ അച്ചാച്ചൻ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ പിന്നെ അതായത് ജെന്യൂൻ ആയിട്ടുള്ള സാധനം കൊടുക്കണം, കസ്റ്റമേഴ്സ് എന്താ വെച്ചാൽ ഇതിന്റെ റിസൾട്ട് വരല് ഇപ്പോഴൊന്നും ആയിരിക്കില്ല. നമ്മളിപ്പോ വിൽക്കുന്ന സാധനത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ടാണ് കസ്റ്റമേഴ്സ് തിരിച്ചറിയുക അവതെല്ലാം മോശം സാധനമായിരുന്നു എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ അച്ചാച്ചൻ ആ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്തൊരു ഇത് 70 വർഷം ഇപ്പോഴായാലും ആ ഒരു പേര് നിലവിലുണ്ട് കസ്റ്റമേഴ്സിന് മുമ്പില്. അതും പക്ഷേ ഒരു പ്രശ്നമാണ്, ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നതും ഒരു വെല്ലുവിളിയാണ് അല്ലേ? അത് വലിയ വെല്ലുവിളിയാണ്. അതെന്താ വെച്ചാൽ അതിൽ നിന്നൊരു മാറ്റം വരാൻ ശ്രമിക്കുമ്പോ പോലും ഒന്നിക്ക് എന്റെ അനിയനോ, അതായത് വിവേകാനന്ദന്റെ അനിയൻ പേര്, അപ്പൊ ഓൻ എന്നോട് പറയാ അത് വേണ്ടോ, അത് ഓൻ എന്തെങ്കിലും ഒരു സാധനം നമുക്കെന്നാ അതും കൂടെ ചെയ്താലോ. ഞാൻ അയ്യോ, നമുക്ക് ഓൾറെഡി എന്ന് വെച്ചാൽ ഒരു പേടിയുണ്ട്, കസ്റ്റമേഴ്സിനെ പേടിയുണ്ട്. അവരാണല്ലോ കാരണം ഒരു പ്രാവശ്യം വന്നവർ വീണ്ടും തിരിച്ചു വരണം, അവര് പറഞ്ഞ് വീണ്ടും കൂടുതൽ ആൾക്കാർ കസ്റ്റമേഴ്സ് നമ്മളെ കുറിച്ച് നല്ലത് പറയണം തന്നെ എപ്പോഴും ആഗ്രഹം. മോശം പറയാണ്ടിരിക്കുക എന്ന് വെച്ചാൽ മോശം പറയുന്ന സാധനം സാർ ഒന്നിക്കല് പിന്നെ അത് റിട്ടേൺ ചെയ്ത് പൈസ തരാം. കട മീൻസ് ഈ കട നിന്ന് പോകുന്നതിന് ആൾക്കാരുടെ ആ ഒരു ട്രസ്റ്റ് ആണ്. അതെ അതെ, അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അല്ലേ? വെല്ലുവിളി അത്. പിന്നെ രണ്ടാമത്തത് ഇച്ചിരി ഫണ്ടിന്റെ ഇഷ്യൂ ഉണ്ട്. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഈ അച്ചാച്ചന്റെ കാലത്തുള്ള ആ ഒരു ബിസിനസ് നമ്മൾ ശരിക്കും ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അച്ഛൻ റിട്ടയർ ആയ ഒരാളാണ് ആ സമയത്ത്. അപ്പൊ അച്ഛന്റെ റിട്ടയർമെന്റിന്റെ കുറച്ച് പൈസ അച്ഛൻ തന്നു. പിന്നെ നമ്മള് ബിസിനസ് അല്ല, നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും അനിയനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചാൽ 2017 വരെ 2012 മുതൽ 2017 വരെ ഞാൻ ഓരോ കമ്പനിയിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള പൈസയും പിന്നെ ചെറിയ ലോണോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഇതിൽ നിന്ന് ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല നമുക്കറിയാം. അത് വേറൊരു സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഒരു കടം മേടിക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ ബിസിനസ് കൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നടത്തുന്നതാണ്. പിന്നെ നമ്മൾ അതിനു വേണ്ടിട്ട് തന്നെ പ്രയത്നിച്ചിട്ടാണ് നമ്മൾ ആ ബിസിനസ്സിൽ എന്ന് വെച്ചാൽ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിട്ടത് അങ്ങനെയാണ്. ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു മെറ്റൽസ്, റോ മെറ്റീരിയൽസ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? അത് കൂടുതലും പിന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്, അതായത് HZL എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ഗുജറാത്ത് ബോംബെയിലെല്ലാം ഉണ്ട്. അപ്പോൾ അവിടുന്ന് സിങ്ക് എടുക്കും. പിന്നെ ഈ കോപ്പർ എന്ന് പറയുന്നത് പിന്നെ സ്ക്രാപ്പുകൾ ഉണ്ടാവും. നമ്മൾ ഈ അമ്പലങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ കട്ട് ചെയ്തിട്ട് വരുന്ന പീസുകൾ ഉണ്ടാവും. പിന്നെ ഈ പിന്നെ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്ന കോപ്പർ ഉണ്ടാവും അതായത് കോപ്പർ ആകുമ്പോൾ ഉപ്പിൽ റിയാക്ട് ചെയ്യില്ല, അതുകൊണ്ട് അതിൽ കോപ്പർ ഉപയോഗിക്കും. അപ്പൊ ഇത് പൊളിക്കുന്ന സമയത്ത് അതിന്റെ സ്ക്രാപ്പുകൾ നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മെറ്റൽ ഉണ്ടാക്കുക. അതിപ്പോ നമ്മൾ കപ്പലിൽ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് അത്രത്തോളം ക്വാളിറ്റി എന്ന് വെച്ചാൽ കടലിൽ പോണ്ട ഒരു സാധനമല്ലേ. അപ്പൊ അതിൽ ക്വാളിറ്റീനെ കോംപ്രമൈസ് ആയിട്ടൊന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഈ കോപ്പറിലും ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ആണി ഇങ്ങനെ സാധനം ഉണ്ടാവും, കോപ്പറിന്റെ സാധനങ്ങൾ. അപ്പൊ ആ സാധനങ്ങൾ കളക്ട് ചെയ്യും. പിന്നെ ഈ HZLന്റെ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സിങ്ക് ഉണ്ട്, അത് രണ്ടും കളക്ട് ചെയ്തിട്ട് മെറ്റൽ നമ്മൾ ഉണ്ടാക്കുക ചെയ്യാം. ബ്രാസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അത് അലോയ് ആണ്. ആ അലോയ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കുന്നത് മെറ്റൽ. സാധാരണ ഇപ്പം റീറ്റെയിൽ ചെയ്യുന്നവരത് രീതി അങ്ങനെയല്ല. അത് പിന്നെ നമ്മൾ ഈ പഴയ അമ്പലങ്ങളിൽ സ്ക്രാപ്പ് വരുന്നത്, പിന്നെ പഴയ ആൾക്കാർ ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് വരുന്ന സ്ക്രാപ്പുകൾ,
പിന്നെ അങ്ങനെ വരുന്ന ഒരുപാട് തരത്തിൽ, അത് പൈപ്പ്, നമ്മൾ ഈ സാധാരണ പണ്ടത്തെ പൈപ്പില്ലേ, വെള്ളം വരുന്ന പൈപ്പ്, അത് ശരിക്ക് വെള്ള കളറാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബ്രാസാണ്, ക്രോമിയം പ്ലേറ്റഡ് ആണ്. അപ്പൊ ആ സാധനം അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും. നമ്മൾ ഈ കൺസീൽഡ്, നമ്മൾ ഈ സാനിറ്ററിയിൽ ഉപയോഗിക്കുന്ന പിന്നെ ഒരുപാട് കൺസീൽഡ് പാർട്ടുകളുണ്ട്. അപ്പൊ ആ സാധനങ്ങളൊക്കെ കുറേ ബ്രാസിലാണ് ഉണ്ടാവും. പുറത്ത് കാണുന്ന സമയത്ത് സ്റ്റീലാണെങ്കിലും അത് ഉള്ളിൽ എന്ന് പറയുന്നത് ബ്രാസ് ആയിരിക്കും. ആ ബ്രാസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പിന്നെ കൊണ്ടുതരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്ക്രാപ്പ് കളക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ രീതിക്കുള്ള നമ്മൾ കളക്ട് ചെയ്യും. പല മേഖലയിൽ നിന്നും ആ പ്രോഡക്റ്റ് കളക്ട് ചെയ്യും അല്ലേ? അത് രണ്ട് രീതിയാണ്. പക്ഷെ ഈ കോപ്പറും സിങ്കും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് പ്യുവർ ആയിട്ട് ഉണ്ടാക്കുന്നത്, ഈ വാക്സ് മോൾഡ് ചെയ്യുന്നതിനും മറ്റേ ഈ സ്ക്രാപ്പ് യൂസ് ചെയ്യുന്നത് ഡൈകാസ്റ്റിങ്ങിനാണ്. ഡൈകാസ്റ്റിംഗ് പറഞ്ഞാൽ മണ്ണിൽ അമർത്തി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവില്ലേ, ആ രീതിയിലാണ് ഉപയോഗിക്കുക. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകൂല. മിക്സ് ആക്കിയാൽ നമുക്കത് ചെയ്യാനും പറ്റില്ല, അത് കറക്റ്റായിട്ട് കിട്ടൂല മോൾഡ്. ഈ ഒരു കാലഘട്ടത്തിൽ മെഷീൻ മെയ്ഡായിട്ടും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ മെയ്ഡായിട്ട് ഇത്തരം ബൾക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് വരുമ്പോൾ ഈ ഒരു ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സിന് ആ ഒരു ഡിമാൻഡ് കുറയുന്നുണ്ടോ? ഇല്ല, ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സിനാണ് ഡിമാൻഡ് കൂടുതൽ. അല്ല, ഹാൻഡ് മെയ്ഡ് അങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ട് ഓൾറെഡി മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് അറിയാം. പക്ഷെ ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നാണ് കസ്റ്റമേഴ്സിന് അറിയാത്തത്. മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് കസ്റ്റമറിന് അറിയാം. ആ സാധനങ്ങളിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മോശമാണെന്ന് അറിയാം. പക്ഷെ നമ്മുടെ അടുത്ത് പോലും വന്നിട്ട് ഇത് ഒറിജിനൽ തന്നെയല്ലേ, കോട്ടിംഗ് എന്നല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, ഇപ്പം യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാം അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ കസ്റ്റമേഴ്സ് ഇതെല്ലാം നോക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന് എല്ലാം അറിയാം, പക്ഷെ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിച്ചിട്ടില്ല? കാര്യം ഇതിന് മെഷീനറി ഒന്നുമില്ല. കണ്ടാല് രണ്ട് സാധനം ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടാണ് എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സാധനം കണ്ട് അതിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഫോട്ടോ ഒരുപോലെ ഉണ്ടാവും. അത് ഒരുമിച്ച് കാണുന്ന പോലെയല്ല, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഉണ്ടാവുക. പ്രോഡക്ട്സ് അങ്ങനെ വരുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ. അത് എല്ലായിടത്തും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ അത് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ കുറവാണ്. എന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ കുറവാണ്. അതിലേക്ക് ആൾക്കാർ കഷ്ടപ്പാട് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇതിന്റെ പ്രോസസ്സിങ്. അപ്പൊ ഇത്രയും കഷ്ടപ്പാടുള്ളത് കൊണ്ടായിരിക്കാം. മെഷീൻ ഉണ്ടാകുമ്പോ ശരിക്കും ഒന്നും ആലോചിക്കണ്ട, മനുഷ്യന്മാരുണ്ടാകുമ്പോ മനുഷ്യന്മാരെല്ലാം ചെയ്യണ്ടേ. പക്ഷെ ആ ഒരു ക്വാളിറ്റി ഇതിലാണല്ലോ. ഇത്തരത്തിലൊരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആർക്കുമാവട്ടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? കാരണം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും അച്ചീവ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ് കണ്ട ഉടനെ എന്നാ ഈ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നതിനേക്കാളും ഈ ബിസിനസ്സിൽ നിന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലേ സക്സസ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പം ഇതിനെ ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ചിലപ്പോൾ ഒരു അറിയുന്നൊരു കസ്റ്റമറാണെങ്കിൽ നമ്മളെക്കാളും അറിയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സാധനത്തിന് മൗത്ത് പബ്ലിസിറ്റിയിലേക്ക് കൂടെ അവരിങ്ങനെ വെറുതെ വെക്കുന്നതാണ്. ആ രീതിയിലേക്ക് നെഗറ്റീവിലേക്കും പോവാം. പക്ഷേ അതേസമയം പിന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ കസ്റ്റമേഴ്സ് ഒറ്റ ദിവസം കൂടെ പുള്ളി കൺവിൻസ് ആവും. കസ്റ്റമേഴ്സിനെ വേഗം കൺവിൻസ് ചെയ്യാൻ പറ്റും ശരിക്കും. അതായത് നോളജ് ഉണ്ടാവണം, ഇതിനെ കുറിച്ച് നോളജ് വേണം എന്തായാലും. പക്ഷെ നമ്മളിപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഈ 5 ബ്രാഞ്ച് ഉണ്ട് തന്നില്ലേ, ഈ 5 ബ്രാഞ്ചിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ബ്രാഞ്ചിലും നമ്മൾ സാധാരണ ഒരു ഷോപ്പ് ഒരു സ്ഥലത്ത് തുടങ്ങി വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോകില്ല. നമ്മൾ അവിടെ ഒരു സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാഫിനെ ഒരു വർഷം നമ്മൾ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ ആരെക്കൊണ്ടും ട്രെയിൻ ചെയ്യിപ്പിക്കില്ല. ഞാനോ അനിയനോ നിന്നിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഈ ഒരു വർഷം കൃത്യമായിട്ട് അവർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് ട്രെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ അവരെ നമ്മൾ അവിടെ ഫ്രീ ആയിട്ട് വിടുള്ളൂ. എന്താണിത്, കസ്റ്റമേഴ്സ് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നതാണ് പറയേണ്ടത്, പിന്നെ ഇതിന്റെ പ്രൈസ് നിർണ്ണയിക്കുന്നത് ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ അവരവിടെ ആക്കിയിട്ട് പോവാം. അപ്പൊ അത് പഠിച്ചെടുക്കണമെങ്കിൽ ചിലപ്പം ഒരു വർഷം മതിയാവില്ല ശരിക്കും പഠിച്ചെടുക്കണമെങ്കിൽ. എന്നിട്ട് പോലും ഒരു വർഷം കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അമ്പലങ്ങളുടെ സാധനം എന്ന് പറയുന്നത് വേറൊരു ലെവലിൽ സംഭവം, ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്. അത് ശരിക്ക് പിന്നെ അമ്പലങ്ങളിലുള്ള ആൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഈ അമ്പലങ്ങളിലുള്ള ആൾക്ക് ഇതിനെ കുറിച്ച് എല്ലാ ധാരണയുണ്ടോ, നമ്മൾ വിട്ടു. അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഈ അമ്പലത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവർ ചിലപ്പോൾ ബൾക്ക് പർച്ചേസ് ആയിരിക്കും. അമ്പലത്തിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുമിച്ചല്ലേ എടുക്കും.
അപ്പോൾ ആ സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് നമ്മളെ അടുത്തേക്ക് പക്ഷെ ആ അമ്പലക്കാരനെ പറയും ആരാണ് എൻ്റെ മെയിൻ ആൾ ചോദിച്ചിട്ട് തന്നെ വരും. അവർക്കറിയാം എന്ത് സ്റ്റാഫിനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന് കൃത്യമായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യാനും പറ്റും. പുതിയൊരാൾക്ക് അത് എന്താണെന്നൊന്നും അറിയില്ലായിരിക്കും. പുതിയൊരാൾക്കാർക്കല്ല, എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് തന്നെ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരും സെയിൽസിന്റെ ആൾക്കാരും എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടാവണം. എല്ലാം, അതായത് ഓണർ മാത്രമല്ല എല്ലാവരും ഈക്വലി ഇതിനു വേണ്ടി എഫേർട്ട് ഇടണമെന്നാണ് അല്ലേ? അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ കാസർഗോഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ണൂർ തുടങ്ങിയതിന് ശേഷം നമ്മൾ കാസർഗോഡാണ് ബ്രാഞ്ച് തുടങ്ങി. അത് നമ്മുടെ കസിൻ യശ്വന്ത് എന്ന പേര്. അപ്പം പുള്ളിയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. അത് പുള്ളി പിന്നെ ആദ്യം ബാംഗ്ലൂർ ഒരു പിന്നെ വേറെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളീനെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തമായിട്ടുള്ള ബിസിനസ് അല്ലേ, നമുക്ക് ഇതന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളീനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാൻ നേരെ നമ്മൾ പിന്നെ അവനോട് നേരെ പോയിട്ട് ബിസിനസ് തുടങ്ങിക്കിട്ട് അവിടെ നിന്നോന്നല്ല പറയാം. നമ്മൾ 2018 മുതൽ 2 വർഷം നമ്മുടെ കൂടെ തന്നെ രാവിലെയും വൈകുന്നേരം നമ്മുടെ ഷോപ്പിലേക്ക് വരും, തിരിച്ചു വരും, പിന്നെ അവിടുത്തെ കാര്യങ്ങളും ചെയ്യും, അവിടുത്തെ സെയിൽ ചെയ്യും. ഓൾറെഡി അവന് നോളജ് ഉണ്ട്. പക്ഷേ ഈ ബിസിനസ്സിൽ നമ്മളെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരും. എന്ന് വെച്ചാൽ ഓനും നമ്മുടെ പോലെ തന്നെയാണ്, അച്ചാച്ചൻ്റെ ഇത് കണ്ടു വളർന്നതാണ്. ആ സമയം മുതലേ ഇവൻ ഈ ബിസിനസ്സിലുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു പിന്നെ സ്റ്റാൻഡേർഡ് ആ ഒരു എങ്ങനെയാണോ അത് ഫോളോ ചെയ്യേണ്ടതുള്ളത് ഓൻ പഠിച്ചു. നമ്മൾ അന്നേരം പഠിച്ചിട്ടില്ല, നമ്മൾ ഒരുമിച്ച് തന്നെ പഠിച്ചു. അതിന് ശേഷം ഓന് അത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് നമ്മൾ അടുത്ത ബ്രാഞ്ചിലേക്ക് എന്നാൽ നമുക്ക് അടുത്ത ബ്രാഞ്ച് തുടങ്ങി. അത് 3 ആളെ ഇവിടെ ആവശ്യമില്ല, ഞാനും അനിയനും ഇവരും. ഇത്തരത്തിൽ ഈ ഒരു ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്ത് ഇതിന്റെ ഫ്രാഞ്ചൈസി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ്? ഫ്രാഞ്ചൈസി കാരണം പുതുതായിട്ട് ആരംഭിക്കാനുള്ള അത്രയും ഈ ഒരു ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്ത് ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാൻ പ്ലാൻ ശരിക്കും നമ്മൾ അതിന്റെ ആലോചനയിലുണ്ട്. നമ്മൾ ഈ ഫ്രാഞ്ചൈസി എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ചെയ്യണം നമ്മൾ ആഗ്രഹം. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഫണ്ട് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ രീതിക്ക് ഒരു സാധനം തുടങ്ങുള്ള ഒരു 1 CR വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു പിന്നെ ഓൾ ഇന്ത്യ തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര ഫണ്ട് വേണമെന്ന് നമുക്കറിയില്ല. അത്രയും ഫണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നതിനൊരു പരിധിയില്ലേ. നമ്മൾ സെയിൽ ചെയ്ത് ഇത്രയും 5 ബ്രാഞ്ചിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു 3 ബ്രാഞ്ചും കൂടി ഇടാൻ പറ്റും. പിന്നെ അതൊരു 8 ബ്രാഞ്ചിൽ നിന്ന് പിന്നെ ഒരു 2 അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പെട്ടെന്നൊരു ഫണ്ട് നമുക്ക് പിന്നെ തരാൻ വേണ്ടിയിട്ട് ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ബിസിനസ്സിനെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ചിലപ്പം നമ്മളൊരു കോൺസെപ്റ്റിൽ ഒരേ ദിവസം തന്നെ ചിലപ്പോൾ 5 ബ്രാഞ്ച് ഓപ്പണിംഗ് ചെയ്യണം. ഇതെല്ലാം നമ്മളെ ഭാവിയിലുള്ള ആഗ്രഹങ്ങളാണ്. എല്ലാം ശരിയായി വരട്ടെ. അതാണ് പ്രശ്നം. പക്ഷെ ഇതിലുള്ളൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ബ്രാഞ്ചിൽ ഒരാളെ ആക്കണമെങ്കിൽ ഈ 5 ബ്രാഞ്ചിലും അറിയുന്ന ആൾ വേണം ഇതിനെ കുറിച്ച്. അപ്പൊ ഈ 5 ആൾക്കാരെ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 5 ബ്രാഞ്ച് തുടങ്ങാൻ പറ്റൂ. ഷോപ്പ് തുടങ്ങിയിടാൻ പറ്റും, പക്ഷെ കച്ചവടം സെയിൽ ചെയ്യണമെങ്കിൽ ഒരാളാണ്. ഈ 5 ബ്രാഞ്ചിൽ നമുക്ക് 2 കൂടെ എത്തിപ്പെടാൻ പറ്റും. ഈ ഒരു മേഖലയിൽ ഒരു സിലബസ് തന്നെ ഉണ്ടാക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെ പെട്ടെന്ന് ആർക്ക് തുടങ്ങാൻ പറ്റില്ല. അതും ഒരു പ്രശ്നമാണല്ലേ. കസ്റ്റമേഴ്സ് ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കസ്റ്റമേഴ്സ് എന്താണോ ചോദിക്കുന്നത് അതിന് ആൻസർ, അതായത് ഈ വിഗ്രഹത്തിന്റെ ഇതെന്താ ഇങ്ങനെ അതിന് ആൻസർ നമ്മൾ ചെയ്യണം. അതങ്ങനെയാണ്, അതാണ് എന്റെ മെയിൻ പ്രശ്നം. അതെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞു. എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്, ഇത് ആരംഭിച്ചാലുള്ള പ്രശ്നങ്ങളും നേട്ടങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ ഇതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഇന്റർവ്യൂ വളരെയേറെ മോട്ടിവേഷൻ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ബോസ് വാല, ബി ദ ബോസ്.